നിരവധി അവാർഡുകൾ വാരിക്കൂട്ടിയ ജൈവകൃഷിയിലൂടെ മികച്ച നേട്ടം കൊയ്ത ശ്രീമതി ഡി വിജയഭാസ്കർ അവരുടെ കൃഷിയിലൂടെയുള്ള ജൈത്രയാത്ര തുടരുകയാണ്. വിശേഷങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കുകയാണ്. വിജയഭാസ്കറുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്. വിജയ മേഡം, പരിപാടിയിലേക്ക് സ്വാഗതം. നമസ്കാരം മേഡം, താങ്കൾക്കിപ്പം വൈഗ സംസ്ഥാന സർക്കാരിൻ്റെ കാർഷിക ഉത്സവമായിരുന്നല്ലോ, അതിലൊരു അവാർഡും കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ആശംസകൾ. എന്തുവായിരുന്നു ഈ അവാർഡ്? അത് മുതിർന്ന കർഷക എന്നുള്ള അവാർഡാണ്. അത് ഞാൻ തീരെ പ്രതീക്ഷിച്ചതുപോലെ ഒന്നുമല്ല. നെടുമങ്ങാട് നേടി വിളിച്ച് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ വൈഗയുടെ ഒരു അവാർഡ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അത് സന്തോഷത്തോടു കൂടി മേടിച്ചു. കൃഷിമന്ത്രിയാണ് തന്നതല്ലേ? അതെ. അപ്പോൾ ഇങ്ങനത്തെ അവാർഡ് നിരവധി നിങ്ങൾക്ക് ഇതിൻ്റെ മുന്നും കിട്ടിയിട്ടുണ്ടല്ലോ. അതെ, 2022-23 സ്റ്റേറ്റ് അവാർഡ് കിട്ടി. അതും ഞങ്ങളുടെ കൃഷി ഓഫീസർ പ്രശാന്ത് സാറ്, അതിൻ്റെ കൂടെ എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എന്നെ കൃഷി പഠിപ്പിച്ച രവീന്ദ്രൻ സാറ്, ബാലേന്ദ്ര സാറ്, CS രവീന്ദ്രൻ സാറ്, അവരെല്ലാവരും നിർബന്ധിച്ചപ്പോൾ ഞാൻ ആപ്ലിക്കേഷൻ എഴുതി. അങ്ങനെ ഒരു സ്റ്റേറ്റ് അവാർഡ് എനിക്ക് കിട്ടി. അത് ഭയങ്കര കൃഷിയിലോട്ടുള്ള ഈ ഒരു യാത്ര എങ്ങനെയാണ് തുടങ്ങിയത്? അത് എനിക്ക് പുറം ലോകോട്ട് യാതൊരു ഇതുമില്ല. ഞാൻ സാധാരണ ഒരു വീട്ടമ്മ എന്ന് വെച്ചാൽ 2 മക്കളെയും അച്ഛനെയും നോക്കിയിരിക്കണ ഒരു വീട്ടമ്മ. സത്യം പറഞ്ഞ് എങ്ങനെ ഫോൺ പിടിക്കണം എന്ന് പോലും എനിക്കറിഞ്ഞൂടെ. എനിക്കതൊന്നും പറയാൻ ഒരു മടിയുമില്ല. എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ലായിരുന്നു. ഞാൻ എൻ്റെ മക്കളെ എങ്ങനെ വളർത്തണം, അവരെ എങ്ങനെ പഠിപ്പിക്കണം, ഹസ്ബൻഡ് വരുമ്പോൾ അവർക്ക് എന്ത് കൊടുക്കണം, അങ്ങനെ ഒരാളായിരുന്നു ഞാൻ. ഇപ്പം ഈ നിലയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം കാരണം കൃഷി തന്നെയാണ്. ഇപ്പം എനിക്ക് പറയാൻ ഏറ്റവും ഇഷ്ടം കർഷക എന്ന് പറയാനാണ്. വളരെ അഭിമാനത്തോടു കൂടി പറയുകയാണ് കർഷക എന്ന്. എൻ്റെ വീട്ടിൽ വന്ന് കാണുന്ന ആൾക്കാർ അവരെല്ലാവരും ഇത്രയും ഭംഗിയായിട്ടും ഇത്രയും വൃത്തിയായിട്ടും ഇങ്ങനെ എങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ അതിന് എനിക്കൊരു ഉത്തരവേ ഉള്ളൂ: എൻ്റെ സാറ് പഠിപ്പിച്ച പാഠങ്ങൾ. എൻ്റെ രവീന്ദ്ര സാറ് പഠിപ്പിച്ച പാഠങ്ങൾ മാത്രമാണ് എന്നെ ഇന്ന് സാറിൻ്റെ മുന്നിൽ ഈ കസേരയിൽ ഇരുത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് താങ്കൾ ചെയ്യുന്നത്? എല്ലാം പച്ചക്കറിയാണല്ലേ? പച്ചക്കറികളുണ്ട്, കുറച്ച് പഴവർഗ്ഗങ്ങളും ഉണ്ട്. പിന്നെ ഒന്നാമത്തെ കാര്യം, എനിക്ക് വെറൈറ്റി ചെയ്യാനൊരു എന്തോ ഒരു ഇൻട്രസ്റ്റ്. കെയില്, പാലക്ക, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ ചെയ്യും. ലെറ്റ്യൂസ്, അങ്ങനെയുള്ള പച്ചക്കറികൾ കുറേ ചെയ്യും. ഇലവർഗ്ഗങ്ങൾ ധാരാളം ചെയ്യും. എല്ലാം മട്ടുപ്പാവിലാണ്. ആ ഇലവർഗ്ഗങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പുഴുക്കൾക്ക് വരാനൊക്കെ എളുപ്പമാണ്. പക്ഷെ അത് അത്രയും സൂക്ഷിച്ച് ചെയ്യണം. ഞങ്ങൾ 2 പേര്, എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്യണ ഒരു ഹസ്ബൻഡാണ് എനിക്കുള്ളത്. ഞങ്ങൾ 2 പേരും 6 മണിക്ക് കയറിയാൽ 8 മണി വരെ അതിൻ്റെ ചോട്ടിൽ നിൽക്കും. 5 മണിക്ക് കയറിയാൽ 7 മണി വരെ അതിൻ്റെ ചോട്ടിൽ നിൽക്കും. അങ്ങനെ നോക്കണോണ്ടാണ് അത്രയും ഭംഗിയായിട്ടും പിന്നെ വൃത്തിയായിട്ടും കിടക്കുന്നത്. മട്ടുപ്പാവിലെല്ലാം നമ്മൾ ഗ്രോ ബാഗിലാണോ ഇത് ചെയ്യുന്നത്? ഗ്രോ ബാഗ് ഉണ്ട്, ചട്ടിയുണ്ട്, എല്ലാം സ്റ്റാൻഡ് വെച്ച് ചെയ്യാണ്. പിന്നെ അത് ചെയ്യാൻ കാരണവും കൂടി ഉണ്ട്. എനിക്ക് കുനിയാനായിട്ടൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള, നട്ടലിനൊക്കെ ഓപ്പറേഷനൊക്കെ അങ്ങനെ കഴിഞ്ഞ് 7ഓളം ഓപ്പറേഷൻ കഴിഞ്ഞതാണ്. അപ്പോൾ കുനിയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നിന്ന് ചെയ്യാൻ പറ്റും നമുക്കെല്ലാം. അത് നമുക്ക് അടിച്ചു വാരാനും ടെറസ് വൃത്തിയായിട്ട് കിടക്കാനും ഒക്കെ അത് ഉപകരിക്കും. അപ്പോൾ നമ്മൾ ഈ മട്ടുപ്പാവിൽ കൃഷി ചെയ്യുമ്പോൾ ഗ്രോ ബാഗിൽ അല്ലെങ്കിൽ ചട്ടിയാവുമ്പം അതിൻ്റെ അകത്ത് ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല മണ്ണ് അതിൻ്റെ അകത്ത് നിറയ്ക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഗ്രോയിങ് മീഡിയം നല്ലതായിരിക്കണം. അപ്പോഴല്ലേ നല്ല ഒരു ചെടിക്കൊക്കെ വളർച്ച കിട്ടും, വിളവ് നല്ലല്ലോ കിട്ടത്തുള്ളൂ. അതെങ്ങനെയാണ് താങ്കൾ ചെയ്യുന്നത്? ആദ്യമല്ല ഞാൻ ചെയ്തിരുന്നത് മണ്ണ് കുമ്മായം ഇട്ട് 1 മാസം ഇട്ട്, അത് കഴിഞ്ഞ് അതിൽ കൂടെ പച്ച ചാണകം, അത് എടുത്തു പറയണം. എല്ലാവരും ചാണകം, ഉണക്കിയ ചാണകമാണ് ഇടുന്നത്. ഞാൻ പച്ച ചാണകം തന്നെയാണ് ഇളക്കണത്. പച്ച ചാണകം, കൊക്കോപ്പിറ്റ്, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ഇത്ര ഇട്ട് ഇളക്കി മണ്ണ് സാധാരണ അടിയിൽ തൊണ്ടിങ്ങനെ നിറച്ചിട്ട് അതിൽ കരിയിലിട്ട് മണ്ണ് നിറയ്ക്കും. ഇപ്പോൾ ഞങ്ങളുടെ രവീന്ദ്ര സാറ് പുതിയൊരു മെത്തേഡ് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. ആ രീതിയിലാണ് ചെയ്യണത്. തൊണ്ടടിക്കതിന് ശേഷം ഒരു പോട്ട് വയ്ക്കും. വട്ടത്തിലുള്ള ഒരു എടുക്കാൻ പറ്റുന്ന ഒരു പോട്ട് ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ ചുറ്റിനും കരിയില പൊടിയാക്കും. ഞങ്ങളിപ്പോൾ കരിയില ഇങ്ങനെ വെള്ളം തളിച്ച് വയ്ക്കുകയോ അല്ലെങ്കിൽ ശർക്കരപ്പാനി തളിച്ച് വയ്ക്കുകയോ കഞ്ഞിവെള്ളം തളിച്ച് വയ്ക്കുകയോ തൈര് തളിച്ച് വയ്ക്കുകയോ ഒക്കെ ചെയ്ത് ഇറുക്കി കെട്ടി വെച്ചാൽ പൊടിഞ്ഞു വരും ആ പൊടി. എന്നിട്ട് ആ പോട്ടിനകത്ത് ചുറ്റും വരുന്ന സ്ഥലത്ത് കരിയിലയിടും, എന്നിട്ട് മണ്ണിടും. കരിയിലയിടും, മണ്ണിടും. അങ്ങനെയാക്കി ഈ പോട്ടിനകത്തും അതേപോലെ ആക്കിയിട്ട് പോട്ട് പതുക്കെ പൊക്കി അങ്ങ് എടുക്കും. ഭയങ്കരമായിട്ട് എയർ സർക്കുലേഷൻ പോകാനായിട്ട്. മഞ്ഞളൊക്കെ, ഇഞ്ചിയൊക്കെ അതിൽ നട്ടപ്പോഴത്തേക്ക് ഇഞ്ചി ഇങ്ങനെ നമ്മൾ പൊക്കി എടുക്കുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് വിളവ് വരുന്നുണ്ട്. പക്ഷെ അത് നിറയ്ക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പണ്ടത്തെ 20 ചട്ടി നിറയ്ക്കുമെങ്കിൽ ഇത് നിറയ്ക്കുമ്പോൾ 10 ചട്ടിയെ നിറയ്ക്കാൻ പറ്റുള്ളൂ. അത് നമുക്കങ്ങനെ സാവകാശമായിട്ട് ചെയ്യണം. അങ്ങനെ ചെയ്തു വരണോണ്ടാണെന്ന് തോന്നുന്നു എൻ്റെ എല്ലാ വിളകളും നല്ല ഭംഗിയായിട്ട്. ആദ്യം നമ്മൾ കൊടുക്കുന്ന വളം മാത്രം ചാണകവും ഇതും, അത് ഒരു 10-20 ദിവസത്തേക്ക് അത് മതി.
അത് കഴിഞ്ഞാണ് പിന്നെ നമ്മൾ വളങ്ങൾ കൊടുക്കണം. വളങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ വെളിയിൽ നിന്ന് അങ്ങനെ ഒരുപാട് വളങ്ങളൊന്നും മേടിക്കാറില്ല. ഞാൻ വീട്ടിലുള്ള കഞ്ഞിവെള്ളം, വീട്ടിലുള്ള പച്ചക്കറി, അതിൻ്റെ വേസ്റ്റ്, പിന്നെ എല്ലാത്തിനും ശർക്കര ഉപയോഗിക്കും. പച്ചക്കറി വേസ്റ്റ് കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെച്ച് ശർക്കര ഇട്ട് വയ്ക്കും. അതിങ്ങനെ 3 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഒരു സ്മെല്ലും കാണില്ല. അതിനെ എടുത്ത് ഡൈല്യൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കും. പിന്നെ പച്ചച്ചാണകവും കടലപ്പിണ്ണാക്കും കൂടെ ഇട്ട് വയ്ക്കും. അതൊരു സെപ്പറേറ്റ് ആക്കി വയ്ക്കും. പിന്നെ ചാണകം ഇല്ല എന്ന് പറഞ്ഞ് വിഷമിക്കാൻ ഒരുപാട് കർഷകരുണ്ട്. അപ്പോൾ ചാണകം ഇല്ല എന്ന് പറഞ്ഞാൽ ആരും ചാണകത്തിന് വേണ്ടി വേറെ ഓടണ്ട. നമ്മളെ വീട്ടിൻ്റെ ചുറ്റുമുള്ള പച്ച പുല്ലുകൾ, പിന്നെ നമ്മുടെ ഈ ചെടിച്ചട്ടിയിലൊക്കെ വളർന്ന് വരണ പച്ച വേസ്റ്റായ കുറേ ചെടികൾ കാണുമല്ലോ, പച്ച പുല്ലെടുത്തുകൊണ്ട് വെച്ച് നന്നായിട്ട് കൊത്തിയരിഞ്ഞ് വലിയൊരു ബാരലിലിട്ട് നിറയെ വെള്ളം ഒഴിച്ച് വെച്ചിരുന്നാൽ മതി. എന്നിട്ട് ദിവസം ഇതിങ്ങനെ പൊങ്ങി വരും. കുത്തിത്താത്ത് വെച്ചാൽ ശരിക്ക് പശുവിൻ്റെ ചാണകത്തിന് തുല്യമായ ഒരു വളമാണ് ഈ പച്ച പുല്ലുകളെല്ലാം കൂടെ വെള്ളം. മാത്രം പുല്ലാണോ അതോ മറ്റു ചെടികളൊക്കെ ഇടാം? ചെടി ഇങ്ങനെ പിഴുതെടുക്കുമ്പോൾ അതിൻ്റെ കുറച്ച് മണ്ണ് അതെല്ലാം കൂടെ ഇടാം. എല്ലാം കൂടെ കൊത്തി അരിഞ്ഞ് അതിനകത്തോട്ടിട്ട് വെള്ളം ഒഴിച്ച് വെച്ചാൽ അത് ചാണകം തോറ്റുപോകുമെന്ന് തന്നെ പറയാം. അത്രയും നല്ല വളമാണ്. മിക്സ് ആവും വെള്ളത്തിൽ. അത് പച്ച നിറം, ചാണകത്തിൻ്റെ അതേ നിറം വരും. നല്ല കുത്തിത്താത്ത് നമ്മൾ വെച്ചാൽ അതിൽ നിന്ന് കുറച്ചെടുക്കുക, വെള്ളം ചേർക്കുക, ഒഴിച്ചു. മണവും ചാണകത്തിൻ്റെ മണം. അത് ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ പിന്നെ എനിക്ക് തോന്നി പശു പുല്ലല്ലേ തിന്നണത്. അപ്പം അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പം ഞാൻ ഒരു പുല്ലോ ഒന്നും ഞാൻ കളയാറില്ല. എൻ്റെ വീട്ടിൽ കുറേ ബാരലുണ്ട്, എല്ലാത്തിനും വളം തന്നെയാണ്. ഒരു ദിവസം ഒന്നൊഴിക്കും, 2 ദിവസം കഴിയുമ്പോൾ വേറെ ഒന്നൊഴിക്കും. അതിൻ്റെ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്താൽ എല്ലാം ഭംഗിയായിട്ട് വരും. പിന്നെ സാറ് പഠിപ്പിച്ച ഫിഷ് അമിനോ, എഗ് അമിനോ എല്ലാം ഞാൻ ഉണ്ടാക്കി വയ്ക്കും. അപ്പൊ ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് വിട്ട് ഒന്ന് അങ്ങനെ ഞാൻ 2 ദിവസത്തിലൊരിക്കൽ 3 ദിവസത്തിലൊരിക്കൽ. ഇപ്പം പിന്നെ പറയാൻ തന്നെ എനിക്ക് സന്തോഷമാണ്. ദിവസം എന്തെങ്കിലും പ്രോഗ്രാം കാണും ഇങ്ങനെ കൃഷിയെ സംബന്ധിച്ച്. അവർ വിളിക്കും, ഇവർ വിളിക്കും. അങ്ങനെയൊക്കെ പോകുമ്പോൾ 1-2 ദിവസം എന്നാലും ഞാനത് മുടക്കം വരാതെ രാത്രിയാണെങ്കിൽ ആ വളം ഞാൻ ഒഴിച്ചിരിക്കും. ഈ പച്ചമുളക്, അതേമാതിരി വെണ്ടയ്ക്ക, വഴുതനങ്ങ, ഇതൊക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന പച്ചക്കറികളാണല്ലോ. അതെ. അപ്പൊ ഇതൊക്കെ നിരന്തരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഇതൊക്കെ ചെയ്യൂ? ഒരു മുളക് ഏകദേശം തീരാറായി വരുന്നതിന് മുന്നേ ഞാൻ അടുത്ത മുളക് വച്ചിരിക്കും. ഈ മുളക് തീരുമ്പോൾ അടുത്ത മുളക് പൂത്ത് 2 കായെങ്കിലും അതിൽ കാണും. അതേപോലെ തന്നെ തക്കാളി, വഴുതന എല്ലാം നമ്മൾ ഒന്ന് വെച്ചിട്ട് മിണ്ടാതിരുന്നാൽ ഇത് തീരുമ്പോൾ പിന്നെ അടുത്ത തൈ വെക്കുമ്പോൾ പിന്നെ നമുക്ക് കുറേ നാൾ പിടിക്കും അത് കിട്ടാനായിട്ട്. അപ്പോൾ ഒരു സെറ്റ് ഇങ്ങനെ വരുമ്പോൾ തന്നെ ഇപ്പം തന്നെ ഞാൻ വഴുതന ഏകദേശം ഞാൻ കുറേ പറിച്ചു. ഇനി നിപ്പുണ്ട് പറിക്കാൻ. ഞാൻ അടുത്ത വഴുതന പാകി അത് ഇളക്കി നടാറായി. ഈ വഴുതനയൊക്കെ നടുമ്പോൾ പച്ചമുളകുണ്ട്, ഇതിലൊക്കെ ഒത്തിരി കീടങ്ങൾ വരാറുണ്ട്. സാർ, എൻ്റെ വഴുതനയിൽ എന്നുള്ള ഒരു അസുഖവും ഇല്ല. എന്താണെന്ന് ചോദിച്ചാൽ അത് എനിക്ക് തന്നെ അറിയാം. എന്ന് വെച്ചാൽ എന്നും നമ്മളിങ്ങനെ നിരീക്ഷിക്കണോണ്ടായിരിക്കും. ഒന്നുമില്ല. കുരുടിപ്പ്, മുളക് നട്ട് കുരുടിപ്പ് വരാൻ തുടങ്ങുന്നു എന്നൊരു ഇലയുടെ ഒരു ചെറിയൊരു മടക്കം കാണുമ്പോഴേ ഞാൻ കുമ്മായം കലക്കി വെച്ച് അതിൻ്റെ തെളി അതിനെ ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കും. ഒന്നര എൻ്റെ ഒരു മുളകിനും കുരുടിപ്പും ഇല്ല. വഴുതന ഇടയ്ക്ക് എനിക്ക് ഭയങ്കര പണ്ടൊക്കെ വെള്ളീച്ച, പറയാൻ പേടിയാണ്, ഇപ്പോൾ വെള്ളീച്ച എന്ന് പറയണതേ എനിക്കില്ല. പിന്നെ ഞാൻ ട്രാപ്പുകളെല്ലാം കെട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴേ എല്ലാ ചെടികളെയും നോക്കുക, അതിൻ്റെ അടുത്ത് സംസാരിക്കുക. ഞാൻ വെറുതെ അല്ല വെള്ളം ഒഴിച്ചുകൊണ്ട് പോകണത്. എല്ലാം വെള്ളം ഒഴിക്കുമ്പോഴേ എല്ലാവരുടെ അടുത്തും സംസാരിക്കും. എല്ലാവരുടെ അടുത്തും പൂവിട്ടില്ലെങ്കിൽ ഉടനെ പൂവിടാൻ പറയും. ഇങ്ങനെ അവർക്കെല്ലാം മനസ്സിലാവും, എല്ലാം ചെയ്യും. അങ്ങനെ സംസാരിച്ചാണ് ഞാനിങ്ങനെ ഓരോത് ചെയ്യണത്. ഈ കെണികളുടെ ട്രാപ്പ് താങ്കൾ സൂചിപ്പിച്ചില്ലേ, അത് ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? യെല്ലോ ട്രാപ്പ് ചെയ്യുന്നുണ്ട്. അത് 2-3 ഇതിൽ എടുത്തു. പിന്നെ മാമ്പഴക്കെണി എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണമുണ്ട്. അതുപോലെ തന്നെ ഫെറമോൺ കെണിയുണ്ട്, അത് ഞാൻ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് എപ്പോഴും കാണും? ഞാൻ എപ്പോഴും കാണും. എന്ന് വെച്ചാൽ ഒന്നിൻ്റെ ആ കാലാവധി തീരുമ്പോൾ ഞാൻ ഇപ്പോൾ KVKന്ന് നമ്മുടെ വിപണിയിൽ കൊണ്ടുവരുന്നുണ്ട്. ഞാൻ മേടിച്ചിട്ട് വെക്കും. എന്നിട്ട് ഇത് തീരുമ്പോൾ തന്നെ ഏകദേശം അതിൻ്റെ ടൈം തീർന്നു എന്ന് അറിയുമ്പോൾ ഞാൻ അത് കെട്ടിക്കൊടുക്കും. പിന്നെ ആൾക്കാരുടെ മനസ്സിലൊരു കാര്യം വരാറുണ്ട്, എൻ്റെ അധികം ഇല്ലല്ലോ 5-6 ഗ്രോ ബാഗ് അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ മട്ടുപാവല ചെയ്യുന്നത്, അവിടെ ഈ കെണിയൊക്കെ വെച്ചിട്ട് വല്ലതും കാര്യമുണ്ടോ എന്നും ചിലരൊക്കെ സംശയിക്കാറുണ്ട്. ആ യെല്ലോ ട്രാപ്പ് കെട്ടി നമ്മളങ്ങോട്ട് തിരിയുമ്പോൾ തന്നെ അതിൽ വന്നു സ്റ്റക്കാവും. നമുക്ക് കാണാൻ പറ്റും. ഇപ്പം എൻ്റെ ഒരു 5-6 സ്ഥലത്ത് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. എല്ലാത്തിലും ഒരു 10-15 വെച്ച് ഉണ്ട്. ബന്ദിപ്പൂക്കൾ ചുറ്റും വയ്ക്കും. ബന്ദിപ്പൂക്കൾ ഈ പറയും പോലെ ഒന്ന് തീരുമ്പോഴേ ഞാൻ അടുത്തത് വിത്ത് പാകി വെച്ച് ഞാൻ പൂക്കൾ ഉണ്ടാക്കി വെക്കും. ധാരാളം ഉണ്ടായിരുന്നപ്പോൾ ഒരു വഴുതന, ഒരു ബന്ദി, ഒരു കത്തിരി, ഒരു അങ്ങനെ വെക്കുമായിരുന്നു. അത്രയ്ക്ക് എനിക്ക് ഉണ്ടായിരുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പാരപ്പറ്റിലൊക്കെ ഇങ്ങനെ പൂക്കൾ വെച്ച് കൊടുക്കും. അത് എനിക്കറിയില്ലായിരുന്നു. ഞാനിങ്ങനെ പൂക്കളൊക്കെ വെച്ച് ഇങ്ങനെ ഭംഗിക്കാണ് വെച്ചത്. കൃഷി തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് പൂക്കളായിരുന്നു ഭയങ്കര, ടെറസ് മുഴുവനും. ആ ഒരു ഇത് മാറാത്തത് കൊണ്ട് ഇപ്പോഴും പൂക്കൾ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ പൂക്കൾ ഇങ്ങനെ വെച്ചു കൊടുത്തപ്പോൾ സാറുമാർ വന്ന് കണ്ടിട്ടാണ് പറഞ്ഞത്, ഇത് പൂക്കൾ നല്ലതാണ്, പോളിനേഷൻ. അപ്പോഴാണ് ഇതിനെപ്പറ്റി തന്നെ ഞാൻ ചിന്തിക്കുന്നത്. ഇപ്പം എനിക്കത് മനസ്സിലായി തുടങ്ങി.
പൂർണ്ണമായിട്ടും അത് യൂസ് ആവുന്നുണ്ട്, യൂസ് കീടങ്ങളൊക്കെ അങ്ങോട്ട് പോകുന്നു. കീടങ്ങൾ അങ്ങോട്ട് പോകുന്നുണ്ടെന്നും ഇങ്ങനെയാണെന്നും ഒക്കെ ഉള്ളത് നമ്മൾ പഠിച്ച് വരണതേ ഉള്ളൂ. വർഷം 11 ആയെങ്കിലും നമ്മൾ ഇനിയും ധാരാളം പഠിക്കാനുണ്ട്. അപ്പോൾ ഓരോന്ന് ചെയ്യുമ്പോഴും നമ്മളത് എന്താണെന്ന് നോക്കിയാണ് ചെയ്യണത്. പിന്നെ നമ്മുടെ ഈ ട്രൈക്കോഡെർമ, സൂഡോമോണാസ്, ഇതൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? 15 ദിവസത്തിലൊരിക്കൽ സ്യൂഡോമോണസ് കലക്കി ഒഴിക്കും. ഒരു വളം ചെയ്തു കഴിഞ്ഞാൽ ഒരു 10-12 ദിവസം കഴിയാതെ വേറൊന്നും ചെയ്യാൻ പാടില്ല. ഇപ്പോൾ സ്യൂഡോമോണസ് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ അത് അങ്ങനെ, അല്ല ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഞാൻ 10 ദിവസം കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും കൊടുക്കാറുള്ളൂ വളങ്ങൾ. അപ്പോൾ അതിനത്രയും ഞാൻ ഫിഷ് അമിനോ സ്പ്രേ ചെയ്യും. ഫിഷ് അമിനോ സ്പ്രേ ചെയ്യുമ്പോൾ നിറച്ച് പൂക്കളും കായ്കളും വരും. എഗ് അമിനോ അങ്ങനെയാണ്. പക്ഷേ എനിക്ക് എൻ്റെ അനുഭവത്തിൽ ഫിഷ് അമിനോ ആണ് കുറച്ചും കൂടെ നന്നായിട്ട് തോന്നുന്നത്. നാരകത്തിലൊക്കെ ഞാൻ ഫിഷ് അമിനോ അടിച്ചിട്ട് ഞാൻ 2 ദിവസം കഴിഞ്ഞ് അതിൻ്റെ ചോട്ടിൽ നിന്ന് മാറില്ല, നോക്കി നിൽക്കും. മുല്ലപ്പൂ പോലെ നിറച്ച് പൂക്കൾ കാണും. അപ്പോൾ അതെല്ലാം കാ പിടിക്കുകയും ചെയ്യും. പാവല്ലായാലും പടവത്തിലായാലും എല്ലാത്തിലും അങ്ങനെയാണ്. പിന്നെ ഈ ജലസേചനം എല്ലാ ദിവസവും ചെയ്യുമോ? ഇപ്പം ഈ ചൂടല്ലേ സാറേ, ഭയങ്കര ചൂട്. 2 നേരം ഒഴിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അത് ചോട്ടി കൂടെ കുറേ പോവരുത്. ഇന്നിപ്പോൾ രാവിലെ ഞാൻ 5 മണിക്ക് എണീറ്റ് എല്ലാത്തിലും വെള്ളം ഒഴിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി വൈകുന്നേരം 5 മണി ഞാൻ ഒഴിക്കും. അപ്പം നമുക്കറിയാം ഒരു ചെടിക്ക് ഇത്ര വെള്ളം വേണം. കുറേ വെള്ളം ചോർന്നു പോയാൽ വളം മുഴുവൻ പോയില്ലേ. പിന്നെ എല്ലാത്തിനും മുകളിൽ കൂടെ നന്നായിട്ട് നനച്ചു കൊടുക്കും. ഞാൻ ഓസ് വെച്ച് ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും. മഴക്കാലത്തൊക്കെ നനഞ്ഞ് നിൽക്കുന്ന മാതിരി ഒരു അപ്പം നനവ് കിട്ടും. ഫുൾ എല്ലാത്തിനും എല്ലാം കുളിച്ച് നിൽക്കുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട്. ഇപ്പം നമ്മുടെ വിന്റർ വെജിറ്റബിൾസിന്റെ സീസൺ കഴിഞ്ഞല്ലോ, പച്ചക്കറികൾ. ഇപ്പം എനിക്ക് ഇതൊക്കെ ചെയ്തായിരുന്നോ? ലെറ്റ്യൂസ് ഒക്കെ ചെയ്തായിരുന്നു? ഇഷ്ടം പോലെ ലെറ്റ്യൂസ്, പാലക്ക്, കെയില്, ക്യാബേജ്, കോളിഫ്ലവർ. 950 ഗ്രാം വരെയുള്ള കോളിഫ്ലവറും ക്യാബേജും കിട്ടി. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കോളിഫ്ലവറും ക്യാബേജും ഗ്രോ ബാഗിലാണ് ചെയ്തത്. ഈ പ്രാവശ്യം ഞാൻ ഒരു 60-70 മൂടോളം ക്യാബേജ് വെച്ചു. അതുപോലെ തന്നെ കോളിഫ്ലവറും വെച്ചു. എല്ലാം ചട്ടിയിലാണ് വെച്ചത്. നല്ല ഭംഗിയായിട്ട് എല്ലാം കിട്ടി. ചീര ഒത്തിരി നമ്മൾ ഈ ഗ്രോ ബാഗിലൊക്കെ ചെയ്യുമ്പം നല്ലപോലെ വരാറുണ്ട്. ചീര കൃഷി ചീര കൃഷി ധാരാളം ചെയ്യാറുണ്ട്. അത് നമ്മൾ ചെയ്യാതെ തന്നെ ഓരോ ഇതിൽ മണ്ണിൽ നിന്ന് ഇങ്ങനെ കിളിച്ച് വന്ന് നല്ല ഗ്രോ ആയിട്ട് നിൽക്കും. പക്ഷേ ഇപ്പോൾ KVKന്ന് എനിക്കൊരു ചീരയുടെ ഒരു വിത്ത് മിത്രാന്തിക എൻ്റെ KVKന്ന് കൊണ്ടു തന്നിട്ട് മേഡം ഇതൊന്നും ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ടു തന്നു. അത് ഞാൻ 50 ഗ്രോ ബാഗ് ചെയ്തു. ആ 50 ഗ്രോ ബാഗ് ചെയ്തപ്പോൾ അവിടെ നിന്ന് മേഡന്മാരെല്ലാവരും വന്ന് സ്കെയിലൊക്കെ വെച്ച് അളന്ന് നോക്കി. സാധാരണ ചീര മാതിരിയാണോ? വിത്ത് അതേമാതിരി തന്നെ. പക്ഷെ നട്ടെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഞാൻ ഒരു ഗ്രോ ബാഗിൽ 4-5 തൈ വെക്കാറുണ്ട്. അപ്പോൾ അന്ന് മേഡം വിത്ത് കൊണ്ട് തന്നപ്പോഴേ പറഞ്ഞു 2 തൈ ഒന്നിച്ച് പിടിച്ച് ഒന്നിച്ച് നട്ട് വെക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതുപോലെ ചെയ്തു. ബാക്കി വേസ്റ്റ് സ്ഥലമൊക്കെ കിടക്കണം, കുറച്ചും കൂടെ വെക്കായിരുന്നു എന്നൊക്കെ തോന്നി. എന്തായാലും അത് വളർന്ന് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അബദ്ധമായി വച്ചിരുന്നെങ്കിൽ എന്ന് വെച്ചാൽ ഗ്രോ ബാഗ് പോലും കാണാതെ വളർന്ന് വലിയ നല്ല ഇതായിട്ട്. അപ്പം മേഡം വന്നു അതിൻ്റെ സ്കെയിലൊക്കെ വെച്ച് അളവെടുത്തു. അവർക്ക് തന്നെ ഭയങ്കര അതിശയമായി. വലുതായി. അത് മുറിച്ചപ്പോൾ ഈ മുറിക്കുന്നതിന് മുന്നേ തന്നെ അത് ഇങ്ങനെ ബ്രാഞ്ചായിട്ട് ഒരു ചീരയിൽ തന്നെ 10-20 ബ്രാഞ്ച് ഉണ്ട്. ഒരു ചോട് മുറിക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു 1.5 കിലോ അല്ല. ഇല നല്ല വലിയ ഇല, നല്ല ചുമന്ന് നല്ല വലിയ ഇല. മാഡം പറഞ്ഞു ഇത് അളവ് എടുത്ത് മുറിക്കുമ്പോൾ തൂക്കി വെക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു 25 ഗ്രോ ബാഗ് മുറിച്ച് ഇങ്ങനെ തൂക്കി നോക്കി. 35 ആണെന്ന് തോന്നുന്നു. 35-38 എന്ന് എനിക്ക് ഓർമ്മയില്ല. ഇത് രണ്ടിലേതോ ഒന്നാണെന്ന് തോന്നുന്നു. അത്രയും കിലോ ഞാൻ അപ്പം തന്നെ മാഡത്തിന് അയച്ചു കൊടുത്തു. അത് എന്തോ വൈകാന്നോ എന്തോ പേര് പറഞ്ഞു, എനിക്കത് ഓർമ്മ. അത്ര ഇത്. അപ്പോൾ മാഡം പറഞ്ഞു അയ്യോ ഇത് ഭയങ്കര ഗ്രോത്താണ്, പക്ഷേ വിത്ത് പിടിക്കില്ല എന്നാണ് പറഞ്ഞിരുന്നത്. ആ ബ്രാഞ്ചസിൽ നിന്ന് മുറിച്ചതിൻ്റെ വീണ്ടും ബ്രാഞ്ചസ് വന്നതിൽ 1-2 വിത്ത് പിടിച്ചു വരുന്നുണ്ട്. നല്ല ഇനമെന്ന് പറഞ്ഞാൽ വിപണിയിലോട്ട് കൊണ്ടു ചെല്ലേണ്ട അതിന് മുമ്പ് തൂക്കിക്കൊണ്ട് പോകും എല്ലാവരും. നല്ലൊരു പിടി തന്നെ 25 രൂപ എന്ന് പറഞ്ഞാൽ അത് അവർക്ക് 2-3 ദിവസം വയ്ക്കാൻ പറ്റും. കാണാൻ തന്നെ ഒരു ഭംഗിയായിട്ട് നിൽക്കുന്നത്. വിപണിയുടെ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഗാന്ധി സ്മാരകത്തിൽ ഒരു വിപണിയും ഉണ്ടല്ലേ? ഞങ്ങൾക്ക് ശനിയാഴ്ച തോറും ഫാം ജേണൽസ് ഫോറും അനന്തപുരി ജൈവകൃഷി പഠനകളരിയും പിന്നെ ഗാന്ധി സ്മാരക നിധിയും കൂടെ ചേർന്നിട്ട് ഒരു വിപണിയുണ്ട്. പൂർണ്ണമായിട്ട് ഞങ്ങളൊരു 10-42 പേരുണ്ട്. എന്നാലും 30-31 പേര് മുടങ്ങാതെ വരണുണ്ട്. അവരവരുടെ വീട്ടിൽ ഇതേപോലെ ചെയ്തിട്ട് മിച്ചം വരണ എല്ലാം കൊണ്ടുവന്ന് നമ്മൾ ധാരാളം ആൾക്കാർ വരണുണ്ട്. CTC അറിയുന്ന ഉള്ള സയൻറ്റിസ്റ്റുകൾ, മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ് എല്ലാവരും വരുന്നുണ്ട്. നല്ലൊരു കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും വെള്ളിയാഴ്ച വൈകുന്നേരം ശനിയാഴ്ച ആവാൻ കാത്തിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും കൂടെ ഒന്ന് കാണുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക. നല്ലൊരു സ്വരുമയുള്ളൊരു കൂട്ടായ്മയാണ്. ഇപ്പം വിജയ
മാഡം ഇത്ര ഒരു 10-11 വർഷം കൊണ്ട് നിങ്ങൾ ഈ കൃഷി ചെയ്യുന്നുണ്ട്, ജൈവ കൃഷി, നിരവധി അംഗീകാരങ്ങളും കിട്ടിയിട്ടുണ്ട്. അപ്പം മറ്റു ആൾക്കാർ ഇത് പഠിക്കാൻ വേണ്ടി ഇതെങ്ങനെയാണ് താങ്കൾ ചെയ്യുന്നത്, ഈ ഒരു എക്സ്പീരിയൻസിന് വേണ്ടി താങ്കളുടെ അടുത്ത് വരാറുണ്ടോ? എൻ്റെ അടുത്ത് വരാറുണ്ട്. ഞാനൊരു 10-12ഓളം കൃഷിഭവനിൽ ക്ലാസ് എടുക്കാനൊന്നും എനിക്ക് പറയാൻ ഇഷ്ടമല്ല. ഞാൻ ചെയ്യുന്നത് അവർക്ക് പറഞ്ഞു കൊടുക്കുക. അവർ ക്ലാസ് എടുക്കാൻ മേഡം വന്നു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയും അങ്ങനെയല്ല, ഞാൻ നിങ്ങളെപ്പോലെ ഒരു കർഷകയാണ്, ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും, നിങ്ങൾക്കുള്ള അറിവ് എനിക്കും പറഞ്ഞു തരിക. എനിക്ക് അങ്ങനെ പറയാനാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞിട്ട് കുറേ കൃഷിഭവനിൽ പോയി, 3-4 കോളേജിൽ പോയി, 2-3 സ്കൂളുകളിൽ പോയി നമ്മളെ അനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ കൃഷിയിലേക്ക് എല്ലാവരെയും കൊണ്ടുവരിക. കുറേ അധികം കുട്ടികൾ എൻ്റെ വീട്ടിൽ വന്ന് പഠിച്ചിട്ട് പോയിട്ട് കൃഷി ചെയ്യണ കുറേ കുട്ടികളുണ്ട്. പിന്നെ നമ്മളിപ്പോൾ അനന്തപുരിയിൽ തന്നെ ഒരു ക്ലാസ് നടത്തുന്നുണ്ടല്ലോ. ഇപ്പോൾ 35 പേര് രജിസ്ട്രേഷൻ ആയി കഴിഞ്ഞു. എല്ലാം കാസർഗോഡ് അവിടെ നിന്നൊക്കെ ഉള്ളവരാണ്. അപ്പോൾ അവരെല്ലാം നമ്മുടെ ഈ വീഡിയോയും അതും ഇതും റേഡിയോയുടെ ഇതൊക്കെ കേട്ടിട്ട് അവർ വിളിച്ച് ചോദിച്ചിട്ട് അവർ രജിസ്റ്റർ ചെയ്യണതാണ്. നല്ലൊരു കാര്യമാണ്. അപ്പോൾ നമ്മളെ അറിവ് നമ്മളെല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക. ഒന്നാമത് കൃഷി അത് ഭക്ഷണമാണ്. അപ്പോൾ അതെല്ലാവരും അവരവരുടെ വീട്ടിൽ 10 ഗ്രോ ബാഗെങ്കിലും വെച്ച് ചെയ്യട്ടെ എന്നുള്ള ധാരാളം സപ്പോർട്ട് കിട്ടുന്നുണ്ട്. സാധാരണ വീട്ടമ്മയായ ഞാനിപ്പോൾ ഇത്രയും ഇതാവുമ്പോൾ ഉത്തരവാദിത്വം കൂടുകയാണ് എനിക്ക്. അപ്പോൾ എനിക്ക് 10 പേരെയെങ്കിലും കൃഷിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹം മാത്രമേ എനിക്കിപ്പോൾ ഉള്ളൂ. അപ്പം വിജയ മാഡം, താങ്കളുടെ ഈ ഒരു യാത്ര ഇങ്ങനെ തുടരട്ടെ എന്ന് നമ്മുടെ ആശംസകൾ. ഇത്രയും നേരം നമുക്ക് ചർച്ച ചെയ്യാൻ സാധിച്ചു. താങ്കളുടെ അനുഭവം നമ്മുടെ ശ്രോതാക്കളുടെ അടുത്ത് താങ്കൾ പങ്കുവെച്ച് വളരെ നന്ദി. നന്ദി സാർ.